الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. സഹോദരങ്ങളെ, ഉംദത്തുൽ അഹ്കാമിൽ ബാബു സലാത്തുൽ ഈദൈൻ, പെരുന്നാൾ നിസ്കാരങ്ങളുടെ വിധിവിലക്കുകൾ പ്രസ്താവിക്കുന്ന ഹദീസുകൾ ഉൾക്കൊള്ളുന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. عن أم عطية نسيبة الأنصارية قالت: أمرنا تعني النبي أن نخرج في العيدين العواتق وذوات الخدور، وأمر الحيض أن يعتزلن مصلى المسلمين. وفي لفظ: كنا نؤمر أن نخرج يوم العيد حتى نخرج البكر من خدرها حتى نخرج الحيض فيكن خلف الناس فيكبرن بتكبيرهم ويدعون بدعائهم يرجون بركة ذلك اليوم وطهرته. ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച, നിങ്ങൾക്കറിയുന്നതുപോലെ ഉംദത്തുൽ അഹ്കാമിൽ ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകളാണുള്ളത്. ഈ ഹദീസിൽ ഉമ്മു അത്തയ്യ റളിയല്ലാഹു അൻഹ വളരെ പ്രശസ്തയായ സഹാബി വനിതയാണ്. അവരെക്കുറിച്ച് പറയപ്പെടുന്നത്, സഹാബി സ്ത്രീകൾ മരണപ്പെട്ടാൽ അവരുടെ ജനാസ കുളിപ്പിക്കാൻ മുൻനിരയിലുണ്ടാകുന്ന സ്ത്രീയാണ് എന്നാണ്. റളിയല്ലാഹു അൻഹ നുസൈബ അൽ അൻസാരിയ. അവർ പറയുന്നു, അമറന തഅനി അന്നബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു, അൻ നുഖ്രിജ ഫിൽ ഈദൈനി അൽ അവാതിക്, രണ്ട് പെരുന്നാൾ ദിവസങ്ങളിലും അവാത്തിക്കുകളെ അഥവാ സ്വതന്ത്രരായ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തവരായ സ്ത്രീകളെ, വദവാത്തിൽ ഖുദൂർ അഥവാ വീടിനകത്ത് മറഞ്ഞിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് പൊതുവെ പോകാത്ത യുവതികളായ ആളുകളെല്ലാം വീടിന് പുറത്തേക്ക് ഇറക്കണം. വഅമറൽ ഹുയ്യദ അൻ യഅ്തസിൽന മുസല്ല അൽ മുസ്ലിമീൻ, എന്നാൽ അവരിൽ ഹൈലുള്ള ആർത്തവകാരികൾ അവർ മുസ്ലിമീങ്ങളോടൊപ്പം നിസ്കരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണം. ഇതാണ് ഹദീസിലുള്ളത്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ ഇവിടെ പറയുന്നത് പെരുന്നാൾ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പെരുന്നാൾ ദിവസത്തിന്റെ പ്രാധാന്യം, ആ ദിവസത്തിന്റെ ഖൈറുകളും ബറക്കത്തുകളും ലഭിക്കുന്നതിനു വേണ്ടി സാധാരണഗതിയിൽ വീടുകളിൽ നിന്നും പുറത്തു പോകാത്തവരായ ആളുകൾ ഈ ദിവസത്തിൽ പ്രത്യേകമായി പുറത്തേക്കിറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചു എന്നതാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അഥവാ ഇവിടെ സാധാരണഗതിയിൽ പുറത്തു പോകാത്തവരായ ആളുകളാണ് അൽ അവാതിക് വദവാത്തുൽ ഖുദൂർ, യുവതികളായ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തവരായ സ്ത്രീകൾ. അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അഥവാ നമ്മുടെ മുൻഗാമികളെല്ലാം തന്നെ അവരുടെ എല്ലാം കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള സ്ത്രീകൾ അവർ വീടുകളിൽ കഴിയുക എന്നതായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് അവരെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവരണം എന്നതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, അമറൽ ഹുയ്യം, എന്നാൽ ആർത്തവകാരികളായ ആളുകൾ അക്കൂട്ടത്തിലുണ്ടാകും, അവരോട് കൽപ്പിക്കണം, അൻ യഅ്തസിൽന മുസല്ല അൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ പെരുന്നാൾ നിസ്കാരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട മുസല്ലകളിൽ നിന്നും സഫുകളിൽ നിന്നുമൊക്കെ വേറിട്ട് പുറകിൽ നിൽക്കണം എന്നതുകൂടി അവരോട് പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ റിവായത്തിൽ വന്നിട്ടുള്ളത്, വഫീ ലഫ്ളിൻ, അതിൽ വന്നിട്ടുള്ളത്, കുന്നാ നുഅ്മറു അൻ നഖ്റുജ യൗമൽ ഈദ് ഹത്താ നുഖ്രിജൽ ബിക്ര മിൻ ഖിദ്രിഹാ, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള യുവതികളായ മറഞ്ഞിരിക്കുന്ന വീട്ടിനകത്തിരിക്കുന്ന സ്ത്രീകളെ അന്നേ ദിവസം പുറത്തേക്ക് കൊണ്ടുവരാനാണ്. അതുപോലെ ഹത്താ നുഖ്രിജൽ ഹുയ്യം ഫയകുന്ന ഖൽഫന്നാസ്, ഖൈലുള്ള സ്ത്രീകളെയും കൊണ്ടുവന്ന് അവർ സഫിന്റെ പുറകിലിരിക്കുക, അതാണ് ഈദ് നിസ്കാരത്തിന് അവർ ചെയ്യേണ്ടത്. ഫയുകബ്ബിർന ബിതക്ബീരിഹിം, അങ്ങനെ അവർ അവരുടെ തക്ബീറിനോടൊപ്പം തക്ബീർ ചൊല്ലണം. അഥവാ അവിടെ തക്ബീറുകൾ ചൊല്ലുന്നുണ്ടാകും. നമുക്കറിയാം, ജമാഅത്ത് നിസ്കാരം അവിടെ അന്ന് ആരംഭിക്കുന്നത് വരെയും ആളുകൾ ഇങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആളുകൾ തക്ബീർ ചൊല്ലുമ്പോൾ അവരും തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. വയദ്ഉന ബിദുആഇഹിം, ഖതീബ് അവിടുന്ന് ദുആ ചെയ്യുന്ന സമയത്ത്, അന്ന് പ്രത്യേകമായി പെരുന്നാൾ ഖുതുബയിൽ ദുആ ഉണ്ടാകും. ആ ദുആ ചെയ്യുന്ന സമയത്ത് അവരും അവരോടൊപ്പം ദുആ ചെയ്യണം, ആമീൻ പറയണം. യർജൂന ബറക്കത ദാലിക്കൽ യൗം, അന്നേ ദിവസത്തെ ബറക്കത്തുകൾ പ്രതീക്ഷിച്ചുകൊണ്ട്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീർ, ധാരാളമായ നന്മകൾ അതിങ്ങനെ നിലനിൽക്കുക, അതാണ് ബറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറബി ഭാഷയിലെ ബിർക എന്ന് പറഞ്ഞാൽ അർത്ഥം
കുളം എന്നാണ് അർത്ഥം. നമുക്കറിയാം കുളത്തിന്റെ അവസ്ഥ അത് എപ്പോഴും ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അതാണെങ്കിൽ ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. അതാണ് ബറക്കത്ത് ഒരാളിൽ ഉണ്ടായാൽ സംഭവിക്കുക. എന്തിലാണോ അയാൾക്ക് ബറക്കത്തുള്ളത് അത് അയാൾക്ക് നിലനിൽക്കും. സമ്പത്തിലാണ് എങ്കിൽ കുറഞ്ഞ സമ്പത്തിൽ അയാൾക്ക് ധാരാളം ചെലവുകൾ കഴിഞ്ഞു പോകും. ആരോഗ്യത്തിലാണ് എങ്കിൽ അതുകൊണ്ട് അയാൾ എത്ര വയസ്സായാലും ആ ആരോഗ്യം കൊണ്ട് അയാൾക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും ബറക്കത്ത് കിട്ടുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ബറക്കത്ത് പ്രത്യേകം ലഭിക്കുന്ന ഒരു ദിവസമാണ് പെരുന്നാൾ ദിവസത്തിൽ മുസല്ലൽ ഈദ് അതിന്റെ മുസല്ലയിലെത്തുക എന്നുള്ളത്. വതുഹ്റതുഹു, അതുപോലെ അന്ന് അവിടെ നിന്ന് കിട്ടുന്ന ശുദ്ധി എന്ന് പറയുന്നത് ഐ തുഹ്റതുഹു മിനദ്ദുനൂബ്, പാപങ്ങൾ പുറത്തു കിട്ടാൻ അത് ശുദ്ധിയാക്കാൻ ഉള്ളൊരു മാർഗമാണ്. പാപങ്ങൾ നമ്മുടെ പുറത്തു കിട്ടാനും അതുപോലെ ബറക്കത്തുകൾ ലഭിക്കാനും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. പല ആളുകൾക്കും അതിന്റെ ഫضല് അറിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെയുള്ള മുസല്ലകൾ വിട്ടു നിൽക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും സ്ത്രീകളായ ആളുകൾ പലരും അതിനുവേണ്ടി തയ്യാറായി പോകാറില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ വളരെ പ്രത്യേകമായി അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചു, മുസല്ലൽ ഈദിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശേഷം ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ട ഫവായിദുകൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് മശ്റൂഇയ്യതു ഖുറൂജുൻ നിസാ ഇലാ മുസല്ലൽ ഈദ്, സ്ത്രീകൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് ശറആക്കപ്പെട്ടതാണ് എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വലൈസ സമ്മത സ്വലാത്തുൻ യുസന്ന ലിന്നിസാഇ ഹുളൂറുഹ ഇല്ലാ സ്വലാത്തുൽ ഈദ്, പെരുന്നാൾ നിസ്കാരമല്ലാതെ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഹാജരാകാൻ പ്രോത്സാഹിപ്പിച്ചതായ സുന്നത്തായ മറ്റൊരു നിസ്കാരമില്ല. പെരുന്നാൾ നിസ്കാരം മാത്രമാണ്. ജുമാ നിസ്കാരം ഇല്ല, തറാവീഹ് നിസ്കാരം ഇല്ല, മറ്റൊരു നിസ്കാരവും പ്രത്യേകമായി സുന്നത്ത് എന്ന് പറയാൻ, സ്ത്രീകൾ വന്ന് പങ്കെടുക്കുക എന്നുള്ളത് സുന്നത്ത് എന്ന് പറയാൻ അങ്ങനെ മറ്റൊരു നിസ്കാരവും ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വമാ റഅയ്തു അഹദൻ ഖാല ബിവുജൂബിഹാ അലൻ നിസാ, എന്നാൽ ഇത് പ്രോത്സാഹിപ്പിച്ചു, പെരുന്നാൾ നിസ്കാരത്തിന് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അതാരും വാജിബാണെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. മാ അന്നൽ അംറു മുവജ്ജഹുൻ ലഹുൻ, ഈ ഹദീസിൽ അവരോട് തന്നെയാണ് പറയുന്നത് എങ്കിലും അത് വാജിബാണെന്ന് ഉലമാക്കൾ ആരും പറഞ്ഞിട്ടില്ല. വളരെയധികം മുസ്തഹബാണ് പെരുന്നാൾ നിസ്കാരത്തിന് സ്ത്രീകൾ വരിക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സ്ത്രീകളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അമ്മ ബഖിയത്തുസ് സ്വലാവാത്ത് ഫഹുളൂറുൻ നിസാഇ ഇലൈഹ മിൻ ബാബിൽ മുബാഹ്, എന്നാൽ അതല്ലാത്ത നിസ്കാരത്തിൽ ഒരാൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് മുബാഹായ അനുവദനീയമായ ഒരു കാര്യം എന്നേ വരുന്നുള്ളൂ. മുസ്തഹബ് എന്ന് പറയുന്ന പ്രതിഫലാർഹമായ കൂടുതൽ പ്രതിഫലം കിട്ടുമെന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്തുന്നില്ല. വബുയൂതുഹുന്ന ഖൈറുൻ ലഹുൻ, അവരുടെ വീടുകളാണ് അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. എവിടുന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇത് പറയാൻ കാരണം? എന്താണ് ഇതിന്റെ തെളിവ്? നമുക്കറിയാം, അദ്ദേഹം ഇതിവിടെ തെളിവ് കൊടുത്തിട്ടില്ല, പക്ഷെ അറിയപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തംനഉ ഇമാ അല്ലാഹ് മസാജിദ് അല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തികളെ നിങ്ങൾ മസ്ജിദുകളിൽ നിന്നും തടയാൻ പാടില്ല. അവർ നമ്മോട് പെർമിഷൻ ചോദിച്ചാൽ തടയാൻ നമുക്ക് പാടില്ല. എന്നാൽ വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന, സ്ത്രീകൾ അറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അവരുടെ വീടുകളാണ് അവർക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം തുടരുന്നു ഹത്താ വലൗ കാനത് സ്വലാത്തുഹാ ഫിൽ മസ്ജിദിൽ ഹറാം, എത്രത്തോളം എന്ന് വെച്ചാൽ അവളുടെ നിസ്കാരം മസ്ജിദുൽ ഹറാമിലാണെങ്കിൽ പോലും, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിലാണെങ്കിൽ പോലും ഫസലാത്തുഹാ ഫീ ബൈതിഹാ അഫ്ദൽ, അവൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് അവൾക്ക് അഫ്ദലായിട്ടുള്ളത്, ശ്രേഷ്ഠതയുള്ളത് എന്നാണ്. എന്നിട്ട് അവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പൊതുവെ സ്ത്രീകൾക്കും മറ്റു പലർക്കും സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. ആ ഒരു ചോദ്യം അദ്ദേഹം പറയുന്നുണ്ട്. സ്വലാത്തുഹാ ഫിൽ മസ്ജിദിൽ ഹറാമി അഫ്ളലു മിൻ മിഅതി അൽഫി സ്വലാ, മസ്ജിദുൽ ഹറമിലുള്ള നിസ്കാരത്തിന് 1,00,000 കൂലിയുണ്ടല്ലോ, 1,00,000 കൂലിയുണ്ടല്ലോ. അപ്പൊ അതിനേക്കാളും അങ്ങനെ ഉണ്ടായാലും സ്ത്രീകൾ മസ്ജിദിലേക്ക് വരണ്ട എന്നാണോ? അദ്ദേഹം പറയുന്നു സ്വലാത്തുഹാ ഫീ ബൈതിഹാ അജ്റുഹാ അക്സറു മിൻ മിഅതി അൽഫി സ്വലാ, അവൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് മസ്ജിദുൽ ഹറമിൽ നിസ്കരിച്ചിട്ട് 1,00,000 കൂലി കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് പറഞ്ഞിട്ടുള്ളത് വബുയൂതുഹുന്ന ഖൈറുൻ ലഹുൻ, വീടുകളാണ് അവൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്നുള്ളത്. മസ്ജിദുൽ ഹറമിന് 1,00,000 പ്രതിഫലമുണ്ടെന്നും മസ്ജിദുൽ നബവിക്ക് 1000 പ്രതിഫലമുണ്ട് എന്നും അറിയുന്ന നമ്മെ അറിയിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞത് വബുയൂതുഹുന്ന ഖൈറുൻ ലഹുൻ, അവരുടെ വീടുകളാണ്
അവൾക്ക് ഏറ്റവും ഖൈറായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പറഞ്ഞത്. ശേഷം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമായ കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചില വരികൾ അദ്ദേഹം പറയുന്നുണ്ട്. 10-20 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറയുന്നു, അൽ ആൻ ഉൻദുർ ഇല നിസാഇ ഫിൽ മസ്ജിദൈൻ അൽ ഹറാം വൻ നബവി. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മസ്ജിദുൻ നബവിയിലും അതുപോലെ മസ്ജിദുൽ ഹറമിലും മക്കത്തും ഒക്കെ സ്ത്രീകളെ നിങ്ങൾ നോക്കൂ. തജിദുഹുന്ന യുസാഹിന്ന റിജാൽ, അവർ പുരുഷന്മാരോടൊപ്പം തിരക്കിക്കൊണ്ടുവരികയാണ്. വയഹ്സുലു ബിദാലിക ഫിത്ന, അതുകൊണ്ട് ധാരാളം ഫിത്നകൾ ഉണ്ടാകുന്നുണ്ട്. വറുബ്ബമാ ഹസ്സല ബിദാലിക ഇഖ്തിതാഫുൻ യുഗററു ബിൽ മർഅതി വതുസ്തജറു ഹത്താ യഹ്സുല അശ്ശർ. ചിലപ്പോഴൊക്കെ അത് പരസ്പരം ഉരസലുകളും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഫിത്നയിൽ അകപ്പെട്ടുകൊണ്ട് പല രൂപത്തിലുള്ള ഷറുകളിലേക്കും പുരുഷന്മാർ എത്തിച്ചേരാൻ കാരണമാകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലൗ അന്ന നിസാ അൽതസംന അൽ അഫ്ളൽ, സ്ത്രീകളെങ്ങാനും അവർക്ക് ഏറ്റവും അഫ്ളലായ കാര്യത്തിൽ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ, വസല്ലത് കുല്ലു ഇംറഅത്തിൻ ഫീ ബൈതിഹാ, ഓരോ സ്ത്രീയും വീട്ടിൽ വെച്ച് തന്നെ, മസ്ജിദിലേക്ക് വരാതെ വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിക്കുകയാണ് എങ്കിൽ, ലഹസല ലഹാ മിനൽ അജ്രി അക്സർ, അവൾക്ക് കൂടുതൽ ഖൈറുണ്ടാകുമായിരുന്നു. വൻദറഅ മിനൽ ശരി അക്സർ, ഒരുപാട് ഷർറുകൾ അവിടെ കുറയുമായിരുന്നു. വലാകിന്ന നിസാ അതാബ, പക്ഷെ സ്ത്രീകൾ പൊതുവെ സമ്മതിക്കാറില്ല, വിസമ്മതിക്കും. വഇദാ ഖുൽത ലഹുന്ന ഇന്ന അസ്സലാത ഫിൽ ബൈതി അഫ്ളൽ, അവരോട് പറഞ്ഞാൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അഫ്ളൽ എന്ന് അവരോട് പറഞ്ഞാൽ അവർ പറയും, ഖുൽന നഹ്നു മാ ജിഇന ഇല്ലൽ ഹറം, ഹറമിലേക്ക് അല്ലാതെ ഞങ്ങൾ വന്നിട്ടില്ല, ഞങ്ങൾ ഇത്രയും അധികം കഷ്ടപ്പെട്ടു വന്നത് ഹറമിലേക്ക് വരാനാണ് എന്നൊക്കെ സ്ത്രീകൾ പറയും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, മസ്ജിദുൽ ഹറമിൽ പോയാലും മസ്ജിദുൽ നബവിയിൽ പോയാലും പോലും നിങ്ങൾക്ക് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അപ്പോഴും വീട് തന്നെയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവരുടെ മനസ്സുകൾ അറിയാം. അവർക്ക് ഹറമുകളിൽ നിസ്കരിക്കാൻ താല്പര്യമുണ്ടാകും, അതുപോലെ തന്നെ മസ്ജിദുൽ നബവിയിൽ നിസ്കരിക്കാൻ താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്കത് ഹറാമാക്കിയിട്ടില്ല. മാത്രവുമല്ല, അവരെങ്ങാനും സമ്മതം ചോദിക്കുകയാണ് എങ്കിൽ സമ്മതിക്കണം എന്ന് പുരുഷന്മാരോട് പറയുകയും ചെയ്തു. ഒരു ഫിത്നകളൊന്നുമില്ല, നല്ല രൂപത്തിൽ ഇസ്ലാമിക വേഷത്തിൽ തന്നെയാണ് അവൾ ഒരുങ്ങി വരുന്നത് എങ്കിൽ സമ്മതം കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്, തടയാൻ പാടില്ല. അത് തടയാൻ ഒരിക്കലും നമുക്ക് പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരിങ്ങനെ മസ്ജിദുൽ ഹറമിൽ വന്ന് ഇങ്ങനെ തിക്കും തിരക്കും ഉണ്ടാക്കി അങ്ങനെ അവിടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും അവർക്ക് സുന്നത്തായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും തവാഫിന്റെ ഇടങ്ങളിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തിരക്കുകൾ കൂടുന്ന സമയത്ത് സ്ത്രീകളായ ആളുകൾ സുന്നത്തിന് വേണ്ടി തവാഫ് ഇങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ആ തിരക്കിനിടയിൽ ചെയ്യാതിരിക്കുക എന്നതാണ് അവർക്ക് നല്ലത്. കാരണം അന്യപുരുഷന്മാരുമായി ഉരസുന്ന പല അവസ്ഥയും തിരക്കുകൾ കൂടുമ്പോൾ ഉണ്ടാകാറുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ നിങ്ങൾ നോക്കണം, ഇത് പറയുന്നത് 10-25 വർഷം മുമ്പായിരിക്കണം അദ്ദേഹം ഈ ദർശനം എടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഇപ്പോൾ അത്രയും തിരക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർ മസ്ജിദിൽ വരികയാണ് എങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നുകൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തിരക്കിനിടയിൽ പോയി കഷ്ടപ്പെട്ടുകൊണ്ട് ചില ആളുകൾ അവിടെ തവാഫ് എന്നതിൽ നിൽക്കുകയില്ല, ഹജറുൽ അസ്വദ് തന്നെ ചില സ്ത്രീകൾക്ക് ചുംബിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എത്ര പുരുഷന്മാരുടെ ഇടയിലേക്ക് തിരക്കി കയറിയാലും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്. അതൊരിക്കലും ശരിയായ കാര്യമല്ല. ഒരു സുന്നത്തിനു വേണ്ടി ഇത്തരം രൂപത്തിലുള്ള തെറ്റായ രീതിയിൽ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അതൊരാൾക്ക് തിരക്കുകൾ കാരണമോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രയാസം കാരണമോ അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ അവന്റെ നീയത്തിന്റെ അടിസ്ഥാനത്തിൽ അവന് പ്രതിഫലമുണ്ട്. നീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്കതിന് പ്രതിഫലം ലഭിക്കും. എന്നാൽ ഒരാൾ അതിനേക്കാളും വലിയ ഷർറുകൾ ഉണ്ടാക്കി അവിടെ തവാഫ് ചെയ്യുന്ന പുരുഷന്മാർക്ക് ഒക്കെ ഉപദ്രവം ഉണ്ടാക്കുന്ന രൂപത്തിൽ അവരുടെ ഇടയിലേക്ക് തിക്കി കയറുക എന്നുള്ളത് ഒരിക്കലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത ഒഴിവാക്കേണ്ടതായ കാര്യമാണ് എന്നവൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അടുത്തൊരു സ്ത്രീകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാൻ, ഇത് ഖറജത്തിൻ നിസാഉ ഇലാ സലാത്തുൽ ഈദ്, സലാത്തുൽ ഈദിന് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾ പുറപ്പെട്ടാൽ ഫഹൽ തഖ്റുജുൽ മർഅതു ബിസിയാബി ബൈതിഹാ അം തൽബസു അബാഅ, അവൾ അബാ ഇട്ടിട്ട് പർദ്ദ ഇട്ടിട്ടാണ് വരേണ്ടത്, അതല്ല വീട്ടിൽ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിച്ച് വരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം വീടിനകത്തിരിക്കുന്ന സ്ത്രീകളോട് കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ലാ ബുദ്ദ അൻ തൽബസൽ അബാഅ, ഇവ അബാ ധരിക്കുക, പർദ്ദ ധരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഒരിക്കലും തന്നെ വീട്ടിൽ വെച്ചുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. കാരണം ചില റിവായത്തിൽ പ്രത്യേകം അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി സ്ത്രീകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇഹ്ദാന ലൈസ ലഹാ ജിൽബാബുൻ, നമ്മളിലെ ചില ആളുകൾക്ക് ജിൽബാബില്ല, ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിലുള്ള വസ്ത്രം ഇല്ലാത്തവരാണ്. നമുക്കറിയാം സഹാബികൾ പൊതുവെ ദരിദ്രരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ ചില ആളുകൾക്ക് വീട്ടിൽ ധരിക്കുന്ന വസ്ത്രമേ ഉള്ളൂ, പുറത്തേക്ക് പോകുന്ന രൂപത്തിലുള്ള മുഴുവൻ മറയുന്ന രൂപത്തിലുള്ള വസ്ത്രം അവർക്കുണ്ടായിരുന്നില്ല.
അപ്പൊ ഞങ്ങൾ ചില ആളുകൾക്ക് അതില്ലല്ലോ, അപ്പൊ ഞങ്ങൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു കൊടുത്തു, പ്രതിവിധി പറഞ്ഞു കൊടുത്തു. ലിതുൽ ബിസ്ഹാ ഉഖ്തുഹാ മിൻ ജിൽബാബിഹ, അവളുടെ ഏതെങ്കിലുമൊക്കെ സഹോദരിമാർ, അയൽവാസികളോ മറ്റോ ഉള്ള ആളുകൾ അവരിൽ നിന്നും ഒരു ജിൽബാബ് തൽക്കാലം കടം കൊടുക്കട്ടെ, അതുകൊണ്ട് ധരിപ്പിക്കട്ടെ എന്നാണ്. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, ജിൽബാബ് ഇല്ലാത്ത ആളുകൾ അവർ അങ്ങനെ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ജിൽബാബ് ധരിച്ചിട്ട് വന്നാൽ മതി, ശരീരം മുഴുവൻ മറച്ചിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പല സ്ത്രീകളുടെയും അവസ്ഥ, അവർ അങ്ങാടികളിലും മറ്റും ചുറ്റിത്തിരിഞ്ഞ് അങ്ങനെ മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് അവരിൽ ചില മസ്ജിദിലെ ആളുകളെ കംപ്ലൈന്റ് പറയാ, അവിടെ നമുക്ക് അവിടെ നമുക്ക് നിസ്കാരക്കുപ്പായില്ല. അതാണ് അവരുടെ പരാതി. നിസ്കാരക്കുപ്പായില്ലാത്ത മസ്ജിദാണിത്, അപ്പൊ നമുക്ക് എങ്ങനെ നിസ്കരിക്കാന്നാണ്. അവരെത്ര വിഡ്ഢികളാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ഏതവസ്ഥയിൽ നിസ്കരിക്കാൻ കഴിയുന്ന വസ്ത്രത്തിലേ പുറത്തേക്ക് പോകാൻ പാടുള്ളൂ. അല്ല, നിസ്കരിക്കുന്നതിനേക്കാളും കൂടുതൽ മറക്കേണ്ടതുണ്ട്. അവൾ അന്യപുരുഷന്മാരുടെ ഇടയിൽ അങ്ങാടികളിലേക്കോ മറ്റോ പോകേണ്ടി വന്നാൽ മുഖവും മുൻകൈയും അടക്കം മറക്കേണ്ടതുണ്ട് ഒരു സ്ത്രീ. നിസ്കാരത്തിലാണ് അത് രണ്ടും ഒഴിവാക്കാൻ അനുവാദമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്തു പോകേണ്ട അവസ്ഥയിൽ ഒരു മസ്ജിദിൽ കയറി നിസ്കാര സമയത്തിന് വേണ്ടി സമയമായാൽ നിസ്കരിക്കുന്നതിന് അവളുടെ വസ്ത്രം ഒരിക്കലും തടസ്സമല്ല. അവിടെ ഒരു മസ്ജിദിൽ അങ്ങനെ ഒരു വസ്ത്രം കൊണ്ടുവെക്കുക എന്നുള്ളത് ഒരിക്കലും ആവശ്യവുമില്ല. അങ്ങനെ ഹിജാബ് ഇല്ലാതെ പുറത്ത് ഇറങ്ങി നടക്കുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹറാമായ പാടില്ലാത്ത കാര്യമാണ് എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹദീസ് എത്ര വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നു. ഹിജാബില്ലാത്ത സ്ത്രീകൾക്ക്, ജിൽബാബില്ലാത്ത സ്ത്രീകൾക്ക് അവളുടെ സഹോദരിമാർ കൊടുക്കട്ടെ, എന്നിട്ട് അത് ധരിച്ചുകൊണ്ട് അവൾ വരട്ടെ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അടുത്ത കാര്യം, മൂന്നാമത്തെ ഫായിദ, അൽ-ഇഅ്തിനാഉ ബി സ്വലാത്തിൽ ഈദ് വ ഇദ്ഹാറുഹ വ ഇശ്ഹാറുഹ. പെരുന്നാൾ നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഹൈദുള്ള സ്ത്രീകളോട് പോലും, യഥാർത്ഥത്തിൽ നമുക്കറിയാം ഹൈദുള്ള സ്ത്രീകൾക്ക് നിസ്കാരമില്ല, എന്നിട്ട് പോലും ആ സദസ്സിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവർക്ക് നിസ്കാരമില്ല, അവിടെ കാര്യമായി ലഭിക്കുന്ന കാര്യം നിസ്കാരമാണ്. ഖുതുബ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ, അത് സുന്നത്തായ കാര്യമാണ്. എന്നിട്ടും കൂടി അവരോട് വരാൻ പറയുക എന്നുള്ളത് ആ നിസ്കാരത്തിന് അത്രയും ആ സ്ഥലത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അവിടെ പങ്കെടുക്കുക, ആ പെരുന്നാളിന്റെ ഷിആർ ഉയർത്തി കാണിക്കുക, ആ മതചിഹ്നം ആളുകൾ ഒരുമിച്ച് കൂടി ഉയർത്തി കാണിക്കുക എന്നുള്ളതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നറിയിക്കുന്ന കാര്യമാണ്. അള്ളാഹു നമ്മിൽ നിന്നും അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അത്രയും പ്രോത്സാഹിപ്പിക്കാൻ കാരണം എന്ന കാര്യം മനസ്സിലാക്കുക. പിന്നെയുള്ള ഫായിദ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു കാര്യമാണ്, സലാത്തുൽ ഈദിന്റെ ഹുക്കുമാണ്. അത് 3 അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന്, വാജിബത്തുൻ അലൽ അയ്യാൻ, ഓരോരുത്തർക്കും വാജിബാണ് എന്നുള്ളത്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഓരോരുത്തർക്കും അത് വാജിബാണ്. പക്ഷെ ആർക്കാണ് ആ ഓരോരുത്തരും? ആർക്കാണ്? ലാ തജിബു ഇല്ല അലാ മൻ തജിബു അലൈഹിൽ ജമാഅ വഹുമുർ റിജാൽ, അഥവാ ജമാഅത്ത് നിർബന്ധമായ ആളുകൾ അഥവാ പുരുഷന്മാർക്കാണ് പെരുന്നാൾ നിസ്കാരം വാജിബായിട്ടുള്ളത്. അതുകൊണ്ട് മടി കൊണ്ടോ കേവലം അലസത കൊണ്ടോ ഞാൻ വരുന്നില്ല, ഞാൻ വീട്ടിൽ നിസ്കരിച്ചു കൊള്ളാം എന്ന് പറയരുത്. പുരുഷന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വാജിബാണ് എന്നുള്ളതാണ്. ഈ കൗലാണ് ഏറ്റവും ശരിയായിട്ടുള്ള കൗൽ. രണ്ടാമത്തേത് ഫർദു കിഫായയാണ്, കുറച്ചു വിഭാഗം പോയാൽ മറ്റുള്ളവർക്ക് മതി എന്നുള്ളതാണ്. മൂന്നാമത് എല്ലാവർക്കും സുന്നത്താണ് എന്നുള്ളതാണ്. ഈ 2 കൗലുകളും ശരിയല്ല. ഒന്നാമത്തെ കൗലാണ് ഏറ്റവും ശരിയായി പണ്ഡിതന്മാർ പറയും. ഇനി നോക്കൂ, അടുത്തത് സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അദ്ദേഹം മറ്റൊരു ഫായിദയായി കൊടുത്തിട്ടുള്ളത്. അന്നമാ ദുക്കിറ ഫീ സലാത്തിൽ ഈദൈൻ, പെരുന്നാൾ നിസ്കാരത്തിൽ പരാമർശിക്കപ്പെട്ടത്, അന്നഹു ജറത്തിൽ ആദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പതിവ് ശൈലി എന്ന് പറയുന്നത്, അന്നൽ അബ്കാറ ലാ യഖ്റുജുന മിൻ ഖുദൂരിഹിന്ന, യുവതികളായ കല്യാണം കഴിയാത്തവരായ സ്ത്രീകൾ അവർ വീട്ടിന്റെ മറയിൽ നിന്നും അങ്ങനെ പുറത്തേക്ക് അധികം വരാറില്ല എന്നുള്ളതാണ്. വദാലിക ലിശിദ്ദതി ഹയാഇഹിൻ, അവർക്ക് അത്രയധികം ലജ്ജയുണ്ടായിരുന്നു എന്നതറിയിക്കുന്നതാണത്. വലി ഖൗഫിൽ ഫിത്നതി മിൻ ഖുറൂജിഹിൻ, അവർ പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകൾക്ക് അവരെ കൊണ്ട് ഫിത്നയുണ്ടാകും, അവരുടെ ഭംഗിയിൽ ആളുകൾ ആകർഷിതരാകും. അങ്ങനെയുള്ള കാര്യത്താൽ കാരണമാണ് അവർ പുറത്തേക്ക് ഇറങ്ങാതെ വീടുകളിൽ തന്നെ കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലിഹാദ കാന യുഖാൽ, അതുകൊണ്ടാണ് പൊതുവെ പറയപ്പെടാറുണ്ട് ലജ്ജയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, അഹ്യാ മിനൽ ഗദ്റാഇ ഫീ ഖിദ്രിഹാ, നീ ആ വീട്ടകത്ത് ഇരിക്കുന്ന യുവതികളായ കന്യകകളായ സ്ത്രീകളെ പോലെ ലജ്ജയുള്ളവനാകുക എന്ന് പൊതുവെ പറയപ്പെടാറുള്ളത് ഇവർക്ക് ഇങ്ങനെ ഒരു വിശേഷമുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് ഒരു പഴഞ്ചൊല്ല് അങ്ങനെ വന്നിട്ടുള്ളത്. വഹാദാ ഹുവ ഹാലു നിസാഇൽ മുഅ്മിനീൻ, ഇതാണ് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ സ്ത്രീകളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ലുസൂമുൽ ബുയൂത്തി, വീടുകളിൽ അടങ്ങിയിരിക്കുക, വഅദമുൽ ഖുറൂജ്, പുറത്തേക്ക് പോകാതിരിക്കുക, ഇല്ലാ ലിൽ ഹാജതി ഔ ലിദ്ദറൂറ,
വളരെയധികം അത്യാവശ്യമുണ്ടാകുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും മസ്ലഹത്ത് ഉണ്ടാകുന്ന സമയത്തല്ലാതെ പോകാൻ പാടില്ല. അക്സുമ അലൈഹിന്നാസിൽ യൗം അല്ലദീന ഇൻതകസു ഫനുകിസു. എന്നാൽ ജനങ്ങൾ ഇന്ന് അത് നേരെ തകിടം മറിച്ചിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. വജഅലു യുഹാവിലൂന അൻ തകൂനൽ മർഅതു കർറജുലി തമാമ. അവർ സ്ത്രീകളെ പുരുഷന്മാരെ പോലെ തന്നെ ആക്കാൻ ശ്രദ്ധിക്കുകയാണ്. പുരുഷന്മാർ ജോലി ചെയ്യുന്നത് പോലെ, പുരുഷന്മാർ അങ്ങാടികളിൽ പോകുന്നത് പോലെ, ഫിൽ ഖുറൂജി ഇലൽ അസ്വാഖ് വമജാമി അർരിജാൽ, പുരുഷന്മാർ കൂടിയിരിക്കുന്നിടത്ത് അങ്ങാടികളിലേക്ക് ഒക്കെ സ്ത്രീകൾ വരിക എന്നുള്ളത് വന്നു. ബൽ വഫി വളാഇഫിർ റിജാൽ, പുരുഷന്മാർ ജോലി ചെയ്യുന്ന ജോലികളും അതും സ്ത്രീകൾ ചെയ്യണമെന്നാണ് പറയുന്നത്. വഹാദ വല്ലാഹി മിൻ ഇൻഖിലാബിൽ ഹാൽ, അല്ലാഹുവാണ് ഇത് കാര്യങ്ങളെ തകിടം മറിക്കുന്ന രീതിയാണ്. അല്ലതി യുഖ്ശാ മിൻഹൽ ഉഖൂബത്തുൽ ആജില അൽ മുഅഖറ ഇസ്തിദ്റാജൻ. ഒന്നുകിൽ പെട്ടെന്ന് തന്നെ അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കാൻ, അല്ലെങ്കിൽ അല്ലാഹു ചില സമയത്ത് ശിക്ഷകൾ നൽകുക ഇസ്തിദ്റാജനാണ്. ആദ്യം ശിക്ഷിക്കുകയില്ല. തിന്മകൾ ചെയ്യുന്ന ആളുകൾ അങ്ങനെ തന്നെ വിട്ടുകൊണ്ട് അല്ലാഹു തആല അവന്റെ തിന്മകൾ വർദ്ധിപ്പിക്കും. അങ്ങനെ അവസാനം അവനെ പിടിക്കുക ഇസ്തിദ്റാജൻ. ഒരു പക്ഷേ അങ്ങനെ ശിക്ഷിക്കാനുള്ള കാരണമായേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് അദ്ദേഹം പ്രത്യേകം നസീഹത്ത് നൽകിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യത്തിനാണ് ഇറങ്ങേണ്ടത്. ചില ആളുകൾക്ക് എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാരോടൊപ്പം തന്നെ പോകണം എന്ന് വാശിയാണ്. അങ്ങാടി സാധനം മേടിക്കാൻ പോകുമ്പോൾ ഞാൻ വരണം, അവിടെ ഇന്ന സാധനത്തിനും അതിനും ഞാൻ വരണം, എല്ലാത്തിനും അവർക്ക് വരണം. സഹോദരിമാർ, ഒരിക്കലും അത് ശരിയല്ല. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത് അത്യാവശ്യത്തിനാണ്. ഇനി ഇന്ന് ആളുകൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ, ഉടനെ സ്ത്രീകളുമായി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന രീതി എന്ന് പറയുന്നത് അത് വളരെ പിൽക്കാലത്ത് വന്ന കാര്യമാണ്. ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയില്ല. അതുകൊണ്ടാണ് പെരുന്നാളിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോട് പ്രത്യേകം പറയേണ്ടി വന്നത്. കാരണം അവർക്ക് അങ്ങനെ ഒരു ശീലമില്ല. വീടുകളിൽ ഇരിക്കുക എന്നുള്ളതാണ് ശീലം. പക്ഷെ ഇന്ന് പല സോഷ്യൽ മീഡിയയിലുള്ള പ്രേരിപ്പിക്കലും മറ്റു പലതും കാരണം ദീനുള്ള സ്ത്രീകൾക്ക് പോലും ഇത് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോകണം, ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് എല്ലായിടത്തും ചുറ്റിത്തിരിഞ്ഞ് കറങ്ങണം എന്നൊരവസ്ഥ ഉണ്ടാകുകയാണ്. നമ്മൾ പറയുന്നു ഹറാമുകളില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവർ പോകുക എന്നുള്ളത് ജായിസാണ്, അനുവദനീയമാണ്, ഹറാമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരിക്കലും വർദ്ധിപ്പിക്കേണ്ടതായ അല്ലെങ്കിൽ അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതായ ഒരു കാര്യമല്ല. മസ്ജിദുകളിലാണെങ്കിൽ പോലും ആരും മസ്ജിദുകളിൽ സ്ത്രീകളോട് ആവശ്യമില്ലാതെ എല്ലാ വക്തിനും വന്ന് നിസ്കരിച്ചോളൂ എന്നാരും പറയുന്നില്ല. കാരണം അവർക്ക് മുസ്തഹബായത് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് അത് വീട്ടിലാണ് എന്നത് അവർ മനസ്സിലാക്കണം. മറ്റൊരു ഫായിദ അന്നൽ ഹായിള യുസന്നു ലഹ അൻ തഖ്റുജ ഇല സ്വലാത്തിൽ ഈദ് വലാകിൻ ലാ തദ്ഖുൽ മുസല്ലൽ ഈദ്. സ്ത്രീകൾക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ ആ ഒരു സ്ഥലത്തേക്ക് മുസല്ലൽ ഈദിലേക്ക് വരാം. പക്ഷേ അവർ പെരുന്നാൾ നിസ്കരിക്കുന്ന സഫുകളിലേക്ക് ആദ്യമുള്ള സഫുകളിലേക്ക് അവർ കയറിയിരിക്കാൻ പാടില്ല. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹ അൻ തഅതസിലൽ മുസല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഫായിദ ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ഖുലൈർ ഹഫളഹുല്ലാഹ് അദ്ദേഹം ഒക്കെ പറഞ്ഞതായി കാണാൻ സാധിക്കും. മസ്ജിദുകളിൽ ഹൈളുള്ള സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഹദീസ്. കാരണം ഈ ഹദീസ് പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം പെരുന്നാൾ നിസ്കാരം ഒരിക്കലും മസ്ജിദിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിസ്കരിച്ചിരുന്നത്. അപ്പൊ മസ്ജിദ് അല്ലാത്ത മുസല്ലൽ ഈദിൽ പോലും നിസ്കരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ആ നിസ്കാര സ്ഥലത്തേക്ക് സ്ത്രീകൾ മാറിയിരിക്കണമെന്ന് പറഞ്ഞാൽ മിൻബാബിൽ ഔല അത്രയും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും മസ്ജിദിൽ സ്ത്രീകൾക്ക് ഹൈളുള്ള സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജുംഹൂർ ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ ഈ അഭിപ്രായങ്ങൾ സ്ത്രീകൾ മാനിക്കണം. മസ്ജിദുകളിൽ ഹൈളുള്ള സ്ത്രീകൾ ഒരിക്കലും വരേണ്ടതില്ല, ഒരാവശ്യത്തിനും അവർ വരേണ്ടതില്ല. അവർ വന്നു കഴിഞ്ഞാൽ മസ്ജിദിന് പുറത്തുള്ള സ്ത്രീകൾ നിസ്കാര പള്ളിയല്ലാത്ത സ്ഥലങ്ങളിൽ അവർക്കിരിക്കാം. അതല്ലാതെ മസ്ജിദിനകത്തിരിക്കുക എന്നുള്ളത് ഭൂരിഭാഗം ഉലമാക്കളും പാടില്ലാത്ത, അവർക്ക് ഹറാമായ കാര്യമായിട്ടാണ് എണ്ണിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നീടുള്ള ഫായിദയെ അദ്ദേഹം പറയുന്നത് ജവാദു ദിക്രി ലിൽ ഹൈൽ. ഹൈദുള്ള സ്ത്രീകൾക്ക് ദിക്ർ ചൊല്ലൽ അനുവദനീയമാണ് എന്നാണ്. ഹൈദുള്ള സ്ത്രീകൾക്ക് ദിക്ർ ചൊല്ലൽ അനുവദനീയമാണ്. എവിടെ നിന്നാണ് ആ ഫായിദ കിട്ടിയിട്ടുള്ളത്? ഈ ഫായിദകളെല്ലാം ഉലമാക്കൾ ഇത്തരം ഹദീസിന് ശർഹ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം. ഒക്കെ ഹദീസിന്റെ അകത്ത് തന്നെയാണ് എടുക്കുക, അല്ലെങ്കിൽ ഹദീസിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മറ്റ് ഈ ഹദീസിനെ വിശദീകരിക്കുന്ന മറ്റ് ഹദീസുകളിൽ നിന്നാണ് എടുക്കുക. ഈ ഹദീസിൽ പറഞ്ഞത് കാണാം ഫയുക്കബ്ബിർന ബിതക്ബീരിഹിം. ആ സ്ത്രീകൾ ഫയുക്കബ്ബിർന, ആ സ്ത്രീകൾ തക്ബീർ ചൊല്ലട്ടെ ബിതക്ബീരിഹിം, അവിടെയുള്ള പുരുഷന്മാർ തക്ബീർ ചൊല്ലുന്ന അത് കേട്ടിട്ട് അതോടൊപ്പം തക്ബീർ ചൊല്ലട്ടെ എന്നാണ്. അപ്പൊ ഹൈലുള്ള സ്ത്രീകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഹൈലുള്ള സ്ത്രീകളും അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്കും തക്ബീർ ചൊല്ലാമെന്നാണ്.
അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തക്ബീറുകൾ, ദിക്റുകൾ അത് അനുവദനീയമായ കാര്യമാണ്. എന്നാൽ ഖുർആനിന്റെ വിഷയത്തിൽ നമുക്കറിയാം അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പല മദ്ഹബുകളിലും ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് പോലും പാടില്ല എന്ന്. എന്നാൽ പല ഉലമാക്കളും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഹൈളുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു ഖൈദ്, അതിനൊരു ക്ലോസ് വെക്കുന്നുണ്ട്. വസ്സഹീഹു ഫീ ഖിറാഅത്തിൽ ഹായിദിൽ ഖുർആൻ അന്നഹു യജൂസ് അൻ തഖറഅൽ ഖുർആൻ ലിഹാജ ഔ മസ്ലഹ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദുള്ള സ്ത്രീകളാണ് എങ്കിൽ ഒരു ഹാജത്തോ മസ്ലഹത്തോ ഉണ്ട് എങ്കിൽ, അഥവാ ഹിഫ്ള് ചെയ്യുന്ന സ്ത്രീകളാണ്, അപ്പോൾ അവർക്കൊരു ഹാജത്തുണ്ട്, അത് മറന്നുപോകും. ഒരു ആഴ്ച 6-7 ദിവസം ഖുർആൻ തീരെ ഓതാതിരുന്നാൽ അവർക്ക് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഹാജത്തോ മസ്ലഹത്തോ ഉണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകം അത് ഓതാം. എന്നാൽ മറ്റുള്ളവർ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. എന്നാൽ അതല്ലാത്ത പല പണ്ഡിതന്മാരും നിരുപാധികമായിട്ട് തന്നെ സ്ത്രീകൾക്ക്, ഹൈറുള്ള സ്ത്രീകൾക്ക് മുസ്ഹഫ് സ്പർശിക്കാതെ, മനസ്സിലാക്കുക, മുസ്ഹഫ് സ്പർശിക്കുക എന്നുള്ളത് പാടില്ല. വുളു ഇല്ലാത്ത ആളുകൾക്ക് തന്നെ പാടില്ല, ചെറിയ അശുദ്ധിയുള്ളവർക്ക് തന്നെ പാടില്ല. അപ്പോൾ പിന്നെ വലിയ അശുദ്ധിയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തീരെ പാടില്ലാത്തതാണ്. പക്ഷെ അവർക്ക് മൊബൈലിൽ നിന്നോ ഹിഫുലിൽ നിന്നോ ഒക്കെ ഓതുന്നതിന് തെറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു ഫായിദയായിട്ട് അദ്ദേഹം പറയുന്നത്, ഇവിടെ തക്ബീർ ഫയുകബ്ബിർന ബിതക്ബീരിഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ തക്ബീർ ചൊല്ലുന്നത് പുരുഷന്മാരുടെ തക്ബീറിനോടൊപ്പം. അപ്പൊ ആ ബി എന്ന് പറയുന്ന ആ ബ, അത് അതിന് മുസാഹബ, അവരോടൊപ്പം എന്നുള്ള നിലക്കാകുമ്പോൾ അത് തക്ബീറുൻ ജമാഇ, എല്ലാവരും ഒരുമിച്ച് തക്ബീർ ചൊല്ലുക എന്നതിന് അറിയിക്കുന്നുണ്ടോ എന്നാണ്. അദ്ദേഹം പറയുന്നില്ല, ഒരിക്കലും അത് അറിയിക്കുന്നില്ല. കാരണം അത് അറിയിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുമിച്ച് തക്ബീർ ചൊല്ലുന്ന സമയത്ത് പലരുടെയും തക്ബീർ ഒരുപോലെ ആകും, അത് തെറ്റില്ല. അങ്ങനെ ആകുന്നതിൽ തെറ്റില്ല. എന്നാൽ എല്ലാവരും ഒരാൾ ചൊല്ലിക്കൊടുത്ത് എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ ചൊല്ലുക, ഒരു ജാഥ നടത്തുന്നത് പോലെയൊക്കെ ചില ആളുകൾ ഒരാൾ ഏറ്റുചൊല്ലി ബാക്കിയുള്ളവരൊക്കെ ചൊല്ലിക്കൊടുക്കുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ വ്യക്തമായി അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വരേണ്ടതാണ്. അങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല. എന്നാൽ ഓരോരുത്തരും അവരവർ മറ്റുള്ളവരുടെ ദിക്റുകൾ കേൾക്കുമ്പോൾ, തക്ബീറുകൾ കേൾക്കുമ്പോൾ അവർക്കും അതേപോലെ തക്ബീർ ചൊല്ലാം. പക്ഷെ അത് ഒരുപോലെ ആക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ടതില്ല. ഒരുപോലെ ചിലപ്പോൾ ആയേക്കാം എന്നു മാത്രം. ഈ ഹദീസിലെ അവസാനത്തെ ഫായിദ, ഈ അധ്യായത്തിലെ അവസാനത്തെ ഒരു ഫായിദ അദ്ദേഹം കൊടുത്തത് അന്ന യൗമൽ ഈദി ബറക വഫീഹി ഖൈറുൻ കസീർ. പെരുന്നാൾ ദിവസത്തിൽ, അത് ചെറിയ പെരുന്നാളാകട്ടെ ബലി പെരുന്നാളാകട്ടെ, പെരുന്നാൾ ദിവസത്തിന് ഒരുപാട് ബറക്കത്തുകളും ഒരുപാട് ഖൈറുകളും ഉള്ള ദിവസമാണ്. പ്രത്യേകിച്ചും അതിന്റെ മുസല്ലയിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഹായിദുകളായ ആർത്തവകാരികളായ സ്ത്രീകളോട് പോലും അവിടെ പങ്കെടുക്കാൻ പറഞ്ഞത്. ആ ദിവസത്തിൽ കിട്ടുന്ന ഖൈറുകൾ അവർക്ക് ലഭിക്കാൻ, ബറക്കത്തുകൾ ലഭിക്കാൻ, ഒരുപക്ഷെ അവിടെ പങ്കെടുത്തതിന്റെ ഫലമായിട്ട് അല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകൾ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും. തുഹറത്തുഹ, അവർക്ക് പാപം അതിൽ നിന്ന് ശുദ്ധീകരണം ലഭിക്കും എന്നതുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. ഇതോടുകൂടി ബാബു സലാത്തുൽ ഈദൈൻ എന്ന അധ്യായം കഴിഞ്ഞു. അതിനുശേഷം അടുത്തതായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ബാബു സലാത്തിൽ കുസൂഫ്, ഗ്രഹണ നിസ്കാരവുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. ഗ്രഹണ നിസ്കാരം, സലാത്തുൽ കുസൂഫ് നമുക്കറിയുന്ന കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗ്രഹണ നിസ്കാരം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, അവിടുന്ന് നബി ആയതിനു ശേഷം ഒരു തവണ മാത്രമാണ് ഗ്രഹണ നിസ്കാരം ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. സലാത്തുൽ കുസൂഫ്, ഗ്രഹണ നിസ്കാരം. അതിന് സലാത്തുൽ ഖുസൂഫ് എന്നും പേര് പറയാറുണ്ട്. രണ്ടും ഒരേ അർത്ഥത്തിനാണ് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ചില ഉലമാക്കൾ ഖുസൂഫ് എന്ന് പറഞ്ഞാൽ അത് ഖുസൂഫുൽ ഖമർ, ചന്ദ്രഗ്രഹണം, ഖമറുമായി ബന്ധപ്പെടുമ്പോൾ ഖുസൂഫ് എന്നും ഷംസുമായി ബന്ധപ്പെടുമ്പോൾ കുസൂഫ് എന്നും പറയാറുണ്ട് എന്നുണ്ട്. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു രണ്ടിനും ഒരേ അർത്ഥമാണ്. ഖുസൂഫുൽ ഖമർ എന്നോ അല്ലെങ്കിൽ ഖുസൂഫുൽ ഖമർ എന്നോ മാറി പറയാം. അതുപോലെ ഖുസൂഫു ഷംസ് എന്നോ ഖുസൂഫു ഷംസ് എന്നോ മാറി പറയാം. രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ്. ഇനി ഗ്രഹണ നിസ്കാരത്തിന് അല്ലെങ്കിൽ ഗ്രഹണത്തിന് സഹോദരങ്ങളെ ചില ശർഈയായ കാരണം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് അല്ലാഹു ഗ്രഹണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ പ്രകൃതിപരമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാരണങ്ങൾ അതുണ്ടാകുന്നതിന് പിന്നിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ പ്രകൃതിപരമായ കാരണങ്ങൾ അത് പണ്ഡിതന്മാർ വിശദമാക്കിയത് അതുപോലെ തന്നെ നമുക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്ന് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോഴാണ്? സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ കയറി വരുമ്പോഴാണ്. സൂര്യന്റെ മുഴുവൻ പ്രകാശവും ഭൂമിയിലെത്താതെ അതിന്റെ ചില ഭാഗങ്ങൾ മറഞ്ഞിരിക്കുക എന്നുള്ളത്, അപ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുക. അത് ചിലപ്പോൾ ഭാഗികമായ ഗ്രഹണം ഉണ്ടാകും, ചിലപ്പോൾ പൂർണ്ണമായ
ഗ്രഹണം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഭാഗികമായല്ല, പൂർണ്ണമായിട്ട് തന്നെ മുഴുവൻ ഇരുട്ടാകുന്ന രൂപത്തിൽ ഗ്രഹണമുണ്ടായി എന്ന് തന്നെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ വരുന്ന സമയത്താണ് ഇത് ഉണ്ടാകുക. ഇത് പൊതുവെ സഹോദരങ്ങളെ, പൊതുവെ ഇത് മാസത്തിന്റെ അവസാനം, അറബി മാസം നോക്കുകയാണെങ്കിൽ അതിന്റെ അവസാനത്തിലാണ് ഉണ്ടാകുക. പൊതുവെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം മാസത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴാണ് ഖമർ, ചന്ദ്രൻ എന്നുള്ളത് സൂര്യന്റെ അടുത്തേക്ക് എത്തുന്നത്. ആദ്യം സൂര്യന്റെ അടുത്തല്ല ഉണ്ടാവുക, അവസാനത്തിലാണ് അടുത്തേക്ക് എത്തുക. അതുകൊണ്ട് പൊതുവെ അത് അങ്ങനെയാണ് സംഭവിക്കുക. അല്ലാഹു തആല അതിന് അങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കാണാം. ഇനി ചന്ദ്രഗ്രഹണമാണെങ്കിലോ, ചന്ദ്രഗ്രഹണമാണെങ്കിൽ സൂര്യനിൽ നിന്നും ചന്ദ്രന്റെയും ഇടയിൽ ഭൂമി വരും. അത് രണ്ടും, സൂര്യനും ചന്ദ്രനും രണ്ട് ദിക്കിലാകും, ഇടയിൽ ഭൂമി വരും. അങ്ങനെ സൂര്യനിൽ നിന്നുള്ള വെളിച്ചമാണ് യഥാർത്ഥത്തിൽ എവിടെ എത്തുന്നത്? ചന്ദ്രനിൽ എത്തുന്നത്. അത് എത്താതെ വരും. അങ്ങനെ ചന്ദ്രന് ഗ്രഹണം സംഭവിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് പ്രകൃതിപരമായി, അല്ലാഹു ഭൗതികമായി നിശ്ചയിച്ചിട്ടുള്ള, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാരണങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് ശർഈയായ ചില കാരണങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് ശർഈയായ കാരണങ്ങൾ? ഇതിനുശേഷം വരുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളിൽ പെട്ട രണ്ട് ദൃഷ്ടാന്തമാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി. ആരെങ്കിലും ജീവിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ ചന്ദ്രനോ സൂര്യനോ ഗ്രഹണം ബാധിക്കുകയില്ല. വലാകിന്നല്ലാഹ തആല യുഖവ്വിഫു ബിഹിമാ ഇബാദഹ. എന്നാൽ അല്ലാഹു തആല ഇവ കൊണ്ട്, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കൊണ്ട് അവന്റെ അടിമകളെ പേടിപ്പെടുത്തുകയാണ്. അന്ത്യദിനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടിമകളെ പേടിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ശർഈയായ കാരണം അതാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങേണ്ടവരാണ്, ഇതിന്റെ അവസാനമുണ്ട് എന്നെല്ലാമുള്ള ചിന്തകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്, അവസാന കാലഘട്ടങ്ങളിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ അത് വർദ്ധിച്ചു വരുമെന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് തൗബ ചെയ്യുന്നതിന് വേണ്ടി, പേടി ഉണ്ടാകുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുന്ന് അങ്ങേയറ്റം പേടിച്ചുകൊണ്ടാണ് ഈ ഗ്രഹണത്തിന്റെ സമയത്ത്, സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ വളരെയധികം പേടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. എത്രത്തോളം എന്നാൽ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തട്ടം അത് തലയിലുണ്ടായിരുന്നില്ല, അത് തലയിൽ നിന്നും അഴിഞ്ഞ് ഇങ്ങനെ നിലത്തു വലിച്ചുകൊണ്ടാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. അത്രയും അവിടുന്ന് പേടിയും ഭയമുണ്ടായിരുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിരുന്നു എന്നാണ്. നമുക്കൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ കാര്യം അതാണ്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കാണുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പല പരീക്ഷണങ്ങൾ കാണുമ്പോൾ പലരും അത് ഭൗതികമായ കാരണങ്ങളിലേക്ക് മാത്രം അതിനെ നിജപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുകയും ചെയ്യും. ഇത് അല്ലാഹു തആല നമ്മെ പരീക്ഷിക്കുന്നതാണ്. അല്ലാഹു എങ്ങാനും പൊടുന്ന അങ്ങനെ ഇതുപോലൊരു ശിക്ഷ നമ്മളൊക്കെ തൗബ ചെയ്യുന്നതിന് മുമ്പ്, സാലിഹായ പല അമലുകളും ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ട്, അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെങ്ങാനും അതിൽ പെട്ടുപോയാൽ പിന്നീട് നമ്മുടെ കാര്യം എന്തായിരിക്കും എന്നാലോചിച്ചുകൊണ്ടുള്ള പേടി പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല. നമ്മൾ പലപ്പോഴും അത് ഇന്ന കാരണങ്ങളൊന്നും ഉണ്ടായി, ഇന്നതുകൊണ്ട് അതുണ്ടായി എന്നതൊക്കെ ആളുകൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഇവിടെ മറ്റൊരു മസ്അല ചോദിക്കുന്നുണ്ട്, ഹൽ യുംകിനു മാ ഹുക്മു ഇഖ്ബാരി നാസി ഖബ്ല അൽ കുസൂഫി ബി യൗമിൻ ഔ യൗമൈൻ. ഗ്രഹണത്തെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടി, ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചോ സൂര്യഗ്രഹണത്തെക്കുറിച്ചോ വിവരം കിട്ടിയാൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് ആളുകൾക്ക് ഇടയിൽ പ്രചരിപ്പിക്കാൻ പറ്റുമോ എന്നാണ്. അദ്ദേഹം പറയുന്നു, അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറയുന്നു, ഹാദി മസ്അലത്തുൻ ബുതുലിൽ മുസ്ലിമൂന ബിഹൽ യൗം. ഇന്ന് കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെട്ട ഒരു വിഷയത്തിൽപ്പെട്ട കാര്യമാണിത്. കാരണം ആളുകൾ ഇത് അറിയിക്കുക വഴി പെട്ടെന്ന് കാണുമ്പോഴുണ്ടാകുന്ന ആ ബേജാറും പേടിയൊക്കെ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയി. ആളുകൾ നേരത്തെ കൂട്ടി അറിയുകയാണ്, ഇതാ ഇന്ന് ജനുവരി 15 സൂര്യഗ്രഹണം ഉണ്ടാകും, അത് 6 മണി മുതൽ 7 മണി വരെയാണ്, ഇങ്ങനെയാണ്, ഇന്ന രാജ്യത്തൊക്കെ ഉണ്ടാകും. ഇതൊക്കെ പ്രചരിപ്പിച്ച് ആളുകൾ ഇതൊക്കെ നേരത്തെ കൂട്ടി തയ്യാറായി എന്തോ ഒരു നിസ്സാരമായ കാര്യം പോലെ കണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ചില സംഭവം, അദ്ദേഹം 10-20 വർഷം മുമ്പ് ജീവിച്ച കാര്യമാണ്. വകുന്ന അദ്റകന്നാസ്, ഞങ്ങൾ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഇദാ ഹസൽ അൽ ഖുസൂഫ് ബിൽ ഖമർ ഫരിഗു ഫറഗൻ അളീമൻ വഹറജു മിനൽ ബുയൂതി യബ്കൂൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വയസ്സായ ആളുകളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ചന്ദ്രഗ്രഹണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ എങ്ങനെ പേടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുകയും വംതലഅത്തിൽ മസാജിദു ബുകാൻ, മസ്ജിദുകൾ കരച്ചിലുകൾ കൊണ്ട് നിറയുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇദാ ജാഅ ബഅദൻ അലിമന്നാസു ബിഹി സാറ അന്നാസു ലാ തഅസറൂൻ ബിഹി. എന്നാൽ ഇപ്പോഴത്തതുപോലെ ആളുകൾ നേരത്തെ അറിഞ്ഞാൽ ജനങ്ങൾക്ക് അതിന് യാതൊരു തഅസീറും ഉണ്ടാകുന്നില്ല, പ്രതിഫലനം ഉണ്ടാക്കുന്നില്ല. ഗ്രഹണ നിസ്കാരത്തിനൊക്കെ നേരത്തെയൊക്കെ എഴുതി വെച്ചിട്ടൊക്കെയാണ് ഗ്രഹണ നിസ്കാരം ഇത്ര മണിക്ക്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. പല മസ്ജിദുകളിലും ആദ്യമേ കൂട്ടി പ്രഖ്യാപിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൂടെ മെസ്സേജ് അയക്കാൻ, ഇന്നത് തൊട്ട് ഗ്രഹണ നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കാൻ ഒരിക്കലും പാടില്ല. അടുത്ത ഒരു ഹദീസിൽ മസ്അല വരുന്നുണ്ട്, ഗ്രഹണ നിസ്കാരം അത്
നമ്മൾ കണ്ടാലാണ് നിസ്കരിക്കേണ്ടതുള്ളൂ. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഗ്രഹണം ബാധിച്ചു എന്നുള്ളത് കൊണ്ട് കേരളത്തിലുള്ളവർ നിസ്കരിക്കേണ്ടതില്ല. ഗ്രഹണം അത് നമ്മൾ കണ്ടു കഴിഞ്ഞാലാണ് നിസ്കരിക്കേണ്ടത്. ഗ്രഹണം ഇങ്ങനെ ആകാശത്ത് നമ്മൾ കണ്ണുകൊണ്ട് കാണേണ്ടതുണ്ട്. സൂര്യന് ഗ്രഹണം ബാധിച്ചു, ചന്ദ്രന് ഗ്രഹണം ബാധിച്ചു. കാരണം ചില ഗ്രഹണങ്ങൾ അത് ഉണ്ടായാലും ഭൂമിയിൽ അത് കണ്ടുകൊള്ളണമെന്നില്ല. ഇനി ചില സ്ഥലങ്ങളിൽ കണ്ടാലും മറ്റു സ്ഥലങ്ങളിൽ കണ്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടാലാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അതിലൂടെയാണ് നമ്മൾ ആ ഇബാദത്ത് നിശ്ചയിക്കേണ്ടത്. അതല്ലാതെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെരുന്നാൾ നിസ്കാരം പോലെ നാളെ 8 മണിക്ക് ഗ്രഹണ നിസ്കാരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് സാധാരണ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ നേരത്തെ അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത്, കാരണം ഇത് അറിയിക്കേണ്ട ആളുകൾ അതുമായി ബന്ധപ്പെട്ട നാസയും ശാസ്ത്ര വകുപ്പുകളൊക്കെ ഇത് എന്തായാലും അറിയിച്ചിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് പ്രചരിപ്പിക്കുന്ന ഒഴിവാക്കി നമുക്ക് എവിടെന്നെങ്കിലൊക്കെ വിവരം കിട്ടിയാൽ നമ്മളായിട്ടത് സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകളിൽ ആളുകൾക്ക് എത്തിക്കുക, ഇത് നമ്മൾ ചെയ്യേണ്ടതില്ല. പെട്ടെന്ന് നമ്മൾ അറിയട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും വേണം. അല്ലാഹു തആല ഇത് നിശ്ചയിച്ചതിന്റെ പിന്നിൽ കാരണം യുഖവ്വിഫു ബിഹി ഇബാദ, അല്ലാഹു അവന്റെ അടിമകളെ പേടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച്, ഈ കാണുന്ന ഇത്രയും വലിപ്പമുള്ള സൂര്യനും ചന്ദ്രനും ഒക്കെ അതിനൊക്കെ ഗ്രഹണം ബാധിക്കുമെങ്കിൽ അതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ വരും, ഖിയാമത്ത് നാൾ സംഭവിക്കും പോലെയുള്ള കാര്യങ്ങൾ അവൻ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൽ കൊടുത്ത ഒന്നാമത്തെ ഹദീസ് അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന ശംസ ഖസഫത് അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചന്ദ്രഗ്രഹണം കാലഘട്ടത്തിൽ ഗ്രഹണം സംഭവിച്ചു. സൂര്യഗ്രഹണമാണെന്ന് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഫബഅസ മുനാദി, ഈ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട് അഫ്വൻ അന്ന ശംസ ഖസഫത്, സൂര്യഗ്രഹണം തന്നെയാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഫബഅസ മുനാദിയൻ, വിളിച്ചു പറയുന്ന ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അസ്സലാത്തു ജാമിഅ, അഥവാ ഗ്രഹണ നിസ്കാരം ഉണ്ടായാൽ ആളുകൾക്ക് അറിയില്ല, അപ്പോഴാണ് ആ കാര്യം അറിയിക്കേണ്ടത്, നേരത്തെ കൂട്ടി അറിയിക്കുന്നതല്ല. അസ്സലാത്തു ജാമിഅ, ഇതാ ജമാഅത്ത് നിസ്കാരം നടക്കാൻ പോകുന്നു. അത് ഗ്രഹണ നിസ്കാരത്തിന് അത് വിളിച്ചു പറയൽ സുന്നത്തായ കാര്യമാണ്. ഫജ്തമഉ, അങ്ങനെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. വതഖദ്ദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടേക്ക് കയറി വന്നു, ഇമാമാണ് അവിടുന്ന്. ഫകബ്ബർ വസല്ല 4 റകഅത്തിൻ ഫി റകഅത്തൈനി വ4 സജദാത്ത്. പിന്നീട് പെരുന്നാൾ ഗ്രഹണ നിസ്കാരത്തിന്റെ രൂപം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റകഅത്തിലായി 4 റുകൂകളും 4 സുജൂദുകളും നിസ്കരിച്ചു എന്നാണ്. അല്ലെ, നമുക്ക് സാധാരണ 2 റകഅത്ത് നിസ്കാരത്തിൽ 2 റുകൂവും 4 സുജൂദും ഉണ്ടാവും. എന്നാൽ ഗ്രഹണ നിസ്കാരത്തിൽ അതിന് 4 റുകൂകളും 4 സുജൂദുകളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ അടുത്തൊരു ഹദീസിൽ അത് വിശദമായിട്ട് തന്നെ ആ റകഅത്തുകളെ കുറിച്ച് വരുന്നുണ്ട്. അവിടെ കൂടുതൽ വിശദീകരിക്കാം. നോക്കൂ, അമറ മുനാദിയൻ യുനാദി, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുന്നു എന്നാണ്. അവിടെ ഫായിദയിൽ അദ്ദേഹം പറയുന്നത്, ഇന്ന് കാലത്ത് നമുക്ക് മൈക്രോഫോൺ പോലെയുള്ള മൈക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ, ബാങ്ക് വിളിക്കാനുള്ള മൈക്കുകൾ പോലെയുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ അതിൽ തന്നെ ഒച്ചത്തിൽ ഒരാൾക്ക് വിളിച്ചു പറയാവുന്നതാണ്. അസ്സലാത്തു ജാമിഅ, കാരണം ആളുകൾ അറിയുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഒരാൾ ഒച്ച വായ കൊണ്ട് തന്നെ സാധാരണ മൈക്കില്ലാതെ തന്നെ വിളിച്ചു പറയണമെന്നല്ല, മറിച്ച് ഇതിന്റെ അവസ്ഥ നമുക്കറിയാം. അതുകൊണ്ട് മൈക്കുകളിലൂടെ വിളിച്ചു പറഞ്ഞാൽ ആളുകൾക്ക് കൂടുതൽ കേൾക്കാൻ സാധിക്കും. അസ്സലാത്തു ജാമിഅ എന്ന് എത്ര പ്രാവശ്യം പറയണം ഹദീസിൽ എണ്ണം പറഞ്ഞിട്ടില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അത് രാത്രിയിലൊക്കെ ആണെങ്കിൽ ഗ്രഹണം അഥവാ ചന്ദ്രഗ്രഹണത്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത് എങ്കിൽ ആളുകൾ പൊതുവെ ഉറങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക, അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഒന്നിലധികം തവണ ആവർത്തിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ പകലാണ് എങ്കിൽ ഒരു തവണ കൊണ്ട് തന്നെ ആളുകൾ കേട്ട് വരുമെങ്കിൽ അത് മതിയായതാണ് എന്നാണ്. അതിനു മുമ്പ് ആളുകൾക്ക് അറിയണം അസ്സലാത്തു ജാമിഅ എന്ന് മസ്ജിദുകളിൽ നിന്നും വിളിച്ചാൽ അത് ഇങ്ങനെ അവിടെ ജമാഅത്ത് നിസ്കാരത്തിനോട് വിളിക്കുന്നതാണ്, ഗ്രഹണം സംഭവിച്ചിട്ടുണ്ട് എന്ന വിവരം ആളുകൾക്ക് അറിയണം. പലപ്പോഴും ആളുകൾ ഇതേക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ എന്താണ് ഇത് എന്നുള്ള അങ്കലാപ്പിലായിരിക്കും അവർക്കുണ്ടാകുക. ഇനി ഇവിടെ അസ്സലാത്തു ജാമിഅ എന്നത് മാത്രം മതി, അതിന്റെ കൂടെ യർഹമുക്കുമുല്ലാഹ് വഹ്ളുറു അസ്സലാ എന്നുള്ളത് പദങ്ങളൊന്നും വേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അദ്ദേഹം പറയുന്നത് മശ്റൂഇയ്യത്തുൽ ഇജ്തിമാഇ അലാ സലാത്തിൽ കുസൂഫ്, ഗ്രഹണ നിസ്കാരത്തിന് വേണ്ടി ആളുകൾ ഒരുമിക്കുക എന്നുള്ളത് ശർആക്കപ്പെട്ട കാര്യമാണ്. ഈ ഹദീസിൽ അതിന് തെളിവാണ്. സാധിക്കുമെങ്കിൽ ആളുകളെല്ലാം ഒരൊറ്റ വലിയ മസ്ജിദിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അഫ്ളലായിട്ടുള്ളത്. ഒരുപാട് ചെറിയ ചെറിയ ജമാഅത്തുകൾ ഉണ്ടാക്കുന്നതിന് പകരം വലിയൊരു മസ്ജിദിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ദുആക്ക് ഉത്തരം കിട്ടാൻ. കാരണം ഇതിൽ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് പരീക്ഷണങ്ങൾ ഇറങ്ങാതിരിക്കാനും ഉള്ള പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടാനും ഒക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ദുആകൾക്കൊക്കെ കൂടുതൽ ഉത്തരം കിട്ടാനും അതുപോലെ കൂടുതൽ ഖുശൂ കിട്ടാനും ഒക്കെ കാരണമാകുക ഒരുപാട് ആളുകൾ ഒരുമിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ മസ്ജിദുകളിലും ആളുകൾ ചെയ്യണമെന്നില്ല. ഏതെങ്കിലുമൊക്കെ ഒരു മസ്ജിദിലാണ് അത് ഉണ്ടാവുക എന്ന് നിശ്ചയിക്കാം, അത് അനുവദനീയമാണ്.
പിന്നീട് മറ്റ് പല നിസ്കാരത്തിന്റെ ഹദീസുകളിലും തെളിവാക്കിയതുപോലെ ഇമാമിന് മുമ്പിൽ നിൽക്കുക എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലാണ് നിന്നത്. മശ്റൂഇയ്യത്തു തഖദ്ദുമി അൽ ഇമാം, ഇമാമ് മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ അങ്ങനെയാണ് വേണ്ടത്. ഇമാമിന് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് നമ്മൾ സാധാരണ മസ്ജിദിൽ കാണുന്നത് പോലെ മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരു മസ്ജിദിൽ ഒരു നിസ്കരിക്കുന്ന സ്ഥലങ്ങൾ എടുത്ത് ഇമാമിന് ഒറ്റക്ക് നിൽക്കാൻ മാത്രമായിട്ട് അങ്ങനെ ഒരു സ്ഥലമില്ല, ആകെ ഒരു സഫേ ഉള്ളൂ. അല്ലെങ്കിൽ ഉള്ള സഫിൽ 2-3 സഫുണ്ട്, അവിടെ നിറഞ്ഞു, ഇനി ഇമാമിന്റെ ഒരു സഫിൽ മാത്രമാണ് സ്ഥലം എങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇമാമിനോട് ചേർന്ന് നിൽക്കാവുന്നതാണ്. പലർക്കും അറിയാത്ത കാര്യമാണ്. ചിലപ്പോൾ യാത്രയിലോ മറ്റോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നീളത്തിൽ ഒരൊറ്റ സഫിനുള്ളൊരു സ്ഥലമേ കിട്ടിയിട്ടുള്ളൂ. കിബില അങ്ങനെയാണുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കേണ്ടതില്ല. ഒരൊറ്റ സഫിൽ വെച്ചുകൊണ്ട് തന്നെ ഇമാം അതിന്റെ നടുവിൽ നിൽക്കുക. ഒരൊറ്റ സഫിൽ വെച്ചുകൊണ്ട് തന്നെ ഇമാം അതിന്റെ നടുവിൽ നിൽക്കുക. അങ്ങനെയാണ് ജമാഅത്ത് നിസ്കരിക്കേണ്ടത്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കല്ലെങ്കിൽ തന്നെ ജമാഅത്ത് നിസ്കാരം ഈ രൂപത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അവർ നിസ്കരിക്കേണ്ടത്. ജമാഅത്ത് സഫിന്റെ നടുവിൽ, വീട്ടിൽ വെച്ചോ മറ്റോ നിസ്കരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിൽക്കുക. അത് എല്ലാവരും ഒരേ സഫിൽ, ആരും മുന്തിക്കേണ്ടതില്ല പിന്തിക്കേണ്ടതില്ല. ഇമാമും മഅ്മൂമും ഒരേ സഫിൽ നിൽക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് മറ്റൊരു ഫായിദ. അതിനുശേഷം അദ്ദേഹം പറയുന്നത് അന്ന സലാത്തുൽ കുസൂഫി ഫിഹാ 4 റുകൂആത്തിൻ വ 4 സജ്ദാത്ത്. ഗ്രഹണ നിസ്കാരത്തിൽ 4 റുക്കൂകളും 4 സുജൂദുകളും ഉണ്ട് എന്ന കാര്യമാണ് മറ്റ് നിസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. എന്നാൽ ഇവിടെ ഒരു മസല, ആരെങ്കിലും ഒരാൾ ഗ്രഹണ നിസ്കാരത്തിന് വൈകിയെത്തി, അയാൾക്ക് 1ാമത്തെ റുക്കൂ കിട്ടിയിട്ടില്ല, 2ാമത്തെ റുക്കൂ ആണ് അയാൾക്ക് കിട്ടിയത്, എങ്കിൽ അയാൾക്ക് ആ റക്കായത്ത് കിട്ടുമോ എന്നാണ്. നമുക്കറിയാം, നിസ്കാരത്തിൽ ഒരു റക്കായത്ത് കിട്ടണമെങ്കിൽ അതിന്റെ അവസാനത്തെ സമയം എവിടെയാണ്? റുക്കൂ കിട്ടുക എന്നുള്ളതാണ്. റുക്കൂവിന്റെ അപ്പുറത്തേക്ക് ഇഅ്തിദാൽ മുതൽ അങ്ങോട്ട് കിട്ടിയാൽ നമ്മൾക്ക് റക്കായത്ത് കിട്ടൂല. നമ്മൾ എഴുന്നേറ്റ് ഒരു റക്കായത്ത് നിസ്കരിക്കണം. ഒരാൾക്ക് റുക്കൂവിന് മുമ്പ് എവിടെയെങ്കിലൊക്കെ കിട്ടും, ഏറ്റവും അവസാനം റുക്കൂവിൽ ഇമാമിനോടൊപ്പം പൂർണ്ണമായി കിട്ടിയാൽ അയാൾക്ക് ആ റക്കായത്ത് ലഭിക്കും. ഫാത്തിഹ ഓതാതെ തന്നെ ആ റക്കായത്ത് ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ 1ാമത്തെ റുക്കൂ കഴിഞ്ഞ് പിന്നീട് വീണ്ടും എഴുന്നേറ്റിട്ട് വീണ്ടും നമ്മൾ ഓതുന്നതായിരിക്കും. സൂറത്തുകൾ ധാരാളം വീണ്ടും ഓതും. ഒരുപാട് ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശദീകരിക്കാം. അപ്പോൾ വീണ്ടും ധാരാളം ഓതുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരാൾ കയറി വന്ന് നിസ്കാരത്തിലേക്ക് പങ്കെടുത്താൽ അയാൾക്ക് പങ്കെടുക്കാം, അതിന് പ്രതിഫലമുണ്ട്. കാരണം ഒരുപാട് ഖുർആനോത്ത് കേൾക്കാൻ പറ്റും. പക്ഷെ അയാൾ ഒരു റക്കായത്ത് അവസാനം എഴുന്നേറ്റ് നിസ്കരിക്കേണ്ടതുണ്ട്. 1ാമത്തെ റക്കായത്ത് അയാൾക്ക് ലഭിച്ചിട്ടില്ല. കാരണം 1ാമത്തെ റക്കായത്ത് ലഭിക്കണമെങ്കിൽ ആദ്യത്തെ റുക്കൂ ലഭിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. إن شاشة مارتا حديث عن أبي مسعود عقبة بن عمرو الأنصاري البدري أبو مسعود البدري رضي الله عنه ودهم بارينو قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم بارنو إن الشمس والقمر آيتان من آيات الله സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തമാകുന്നു. യുഖവ്വിഫുല്ലാഹു ബിഹി മാ ഇബാദ അല്ലാഹു സുബ്ഹാനഹു വ തആല അവ രണ്ടും കൊണ്ട് അവന്റെ അടിമകളെ പേടിപ്പെടുത്തുകയാണ്. വഇന്നഹുമാ ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതി തീർച്ചയായും അവ രണ്ടും ഒരാളുടെ മരണത്തിന്റെയോ ജനനത്തിന്റെയോ കാരണത്താൽ സംഭവിക്കുന്നതല്ല. ഫഇദാ റഅയ്തും ഇനി അങ്ങനെ നിങ്ങൾ ഗ്രഹണം കണ്ടു കഴിഞ്ഞാൽ ഫഇദാ റഅയ്തും മിൻഹാ ഷൈഅൻ ഗ്രഹണത്തിൽ നിന്ന് നിങ്ങൾ കണ്ടാൽ ഫസല്ലു നിങ്ങൾ നിസ്കരിക്കുക വദ്ഉ നിങ്ങൾ ദുആ ചെയ്യുക ഹത്താ യൻകശിഫ മാ ബിക്കും അത് പൂർണ്ണമായി മറയുന്നതുവരെ ഗ്രഹണം പൂർണ്ണമായി മറഞ്ഞ് അത് സൂര്യനും ചന്ദ്രനും പഴയ രൂപത്തിൽ ആകുന്നതുവരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് രണ്ട് രൂപത്തിലുള്ള ആയാത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ആയാത്തുൻ കൗനിയ, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും ആകാശവും രാവും പകലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളാണ്. അല്ലാഹു രണ്ട് രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പ്രാപഞ്ചികമായ ദൃഷ്ടാന്തം. ഇതിലെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും അവൻ മാത്രമാണ് ആരാധനക്ക് അർഹനെന്ന് മനസ്സിലാക്കാനുമുള്ള പാഠങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും വലിയ ദൃഷ്ടാന്തങ്ങൾ അതൊരിക്കലും വെറുതെ ഉണ്ടാവുകയില്ല. ഇതെല്ലാം പടച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ ആരാണ്? അവനെ മനസ്സിലാക്കി അവൻ മാത്രമാണ് ആരാധനക്ക് അർഹനെന്ന് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് മനസ്സിലാക്കാൻ അല്ലാഹു ഈ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശർഈയായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതാണ് ഖുർആനും സുന്നത്തും വഹി. അതിലൂടെയും ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ സാധിക്കും. അവൻ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ആയാത്തുൻ കൗനിയ, ഇങ്ങനെയുള്ള പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ, വഹിൽ മഖ്ലൂഖാത്ത്, അള്ളാഹുവിന്റെ പടപ്പുകളെല്ലാം തന്നെ, മനുഷ്യരാകട്ടെ മൃഗങ്ങളാകട്ടെ മറ്റേത് പടപ്പുകളാകട്ടെ ഇതെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്.
അതിലൂടെ ഒരാൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ചിലർ അവർക്ക് ഖുർആൻ ധാരാളം പഠിച്ചിട്ടല്ല, അതല്ലാതെ തന്നെ അവർക്ക് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് ബോധ്യപ്പെടും. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതൊക്കെ ഉണ്ട് എങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് ഖുർആനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറുത് കേൾക്കുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയുന്നത്. ഒരു പക്ഷെ ധാരാളം പഠിച്ചിട്ടുണ്ടാവുകയില്ല, അതിൽ ചെറിയൊരു ആയത്ത് കേൾക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ആ ഹക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് അവൻ ഈ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു താല ഇത് പഠിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ്. മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇത്ര ഇതിന്റെ വലുപ്പത്തെക്കുറിച്ച് നമുക്ക് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ, അധിക സ്ഥലങ്ങളിൽ ആകാശഭൂമികളെ പഠിച്ചതിനെ കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, നദികളെക്കുറിച്ച്, കടലുകളെക്കുറിച്ച് ഒക്കെ അള്ളാഹു താല എടുത്തു പറയുന്നത് മനുഷ്യന്മാരോടുള്ള അള്ളാഹു അവർക്ക് ചിന്തിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നറിയിക്കുന്നതാണ്. അതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഇതിന്റെയൊക്കെ പിന്നിൽ ഇതിനെ പഠിച്ച ഒരാളുണ്ടാകണം, തീർച്ചയായും ഇതൊന്നും വെറുതെ ഉണ്ടാവുകയില്ല എന്ന ചിന്ത അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ അവന് കാരണമായി തീരും എന്നതാണ്. നോക്കൂ, ഈ ഹദീസിൽ പിന്നീട് അദ്ദേഹം കൊടുത്ത മറ്റൊരു ഫായിദ ഈ ഹദീസിന്റെ അവസാനത്തിൽ വന്നിട്ടുണ്ട്, വഇന്നഹുമാ ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി. ഒരാളുടെ ജനനത്തിനോ മരണത്തിന്റെയോ അടിസ്ഥാനത്തിൽ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാവുകയില്ല എന്നാണ്. ഇത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഗ്രഹണം ഉണ്ടായാൽ അവർ പറയും ഏതോ മഹാനായ ആരോ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെയോടുള്ള ഒരു ആദരവായിട്ടോ മറ്റോ ആണ് സൂര്യനും ഗ്രഹണവും ഒക്കെ ചന്ദ്രഗ്രഹണം ബാധിക്കുന്ന സൂര്യഗ്രഹണം ബാധിക്കുന്നത് എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനായ ഇബ്രാഹിം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് ഒരുപക്ഷെ ആ വിശ്വാസം, അറബി ജാഹിലിയത്തിലുള്ള കുഫാറുകളുടെ വിശ്വാസം ഒരുപക്ഷെ സഹാബികൾക്കും അത് ശരിയായോ എന്നൊക്കെ ഒരുപക്ഷെ തോന്നാൻ സാധ്യതയുണ്ട്. കാരണം അവർ പറയുന്നത് പോലെ തന്നെ സംഭവിച്ചോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ മരിച്ച ദിവസത്തിൽ തന്നെയാണ് ഈ ഒരു ഗ്രഹണവും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അതൊരിക്കലും ഒരാൾ മരിച്ചത് കൊണ്ടോ ഒരാൾ ജീവിച്ചത് കൊണ്ടോ അല്ല, തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് മരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനാണ്, അതുകൊണ്ട് സംഭവിച്ചു അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിഷേധിച്ചു പറയുകയാണ്. അതുകൊണ്ട് അവിടുന്ന് എത്ര കൃത്യമായിട്ടാണ് തൗഹീദിൽ നിന്നും ആളുകൾ തെറ്റിപ്പോകുമോ എന്ന് തോന്നുന്ന സമയത്തെല്ലാം കൃത്യമായി അവിടുന്ന് അതിനെക്കുറിച്ച് പഠിപ്പിക്കും. അങ്ങനെ അല്ലാത്തൊരു സന്ദർഭവും കാണാൻ സാധിക്കില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ കിതാബ് തൗഹീദിൽ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അങ്ങനെ ഒരു അധ്യായം 2 തവണ കൊടുത്തതായി കാണാൻ സാധിക്കും. ഹിമായത്തുൽ മുസ്തഫ ജനാബ് തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന്റെ ആ ഒരു അതിര് കാക്കുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളെയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അധ്യായമാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ അവർ ഒരിക്കലും ശിർക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല, പക്ഷെ ആ സംസാരം അങ്ങനെ തോന്നുന്ന സമയത്ത് അവിടുന്ന് കൃത്യമായി എതിർക്കുകയും അതൊരിക്കലും പാടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ഹദീസുകൾ അതിൽ കൊടുത്തത് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു കാര്യമാണിത്. അഥവാ സഹാബത്തിന് ഒരുപക്ഷെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായാലോ, കാരണം ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ പറഞ്ഞതുപോലെ ഇപ്പൊ സംഭവിച്ചിരിക്കുകയാണല്ലോ. അല്ല, ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിശ്ചയിച്ചിട്ടുള്ളത് യുഖവ്വിഫുല്ലാഹു ബിഹിമാ ഇബാദ, അവന്റെ അടിമകളെ പേടിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ്, അല്ലാതെ ആരും ജനിച്ചതുകൊണ്ടോ ആരും മരിച്ചതുകൊണ്ടോ അല്ല എന്നുള്ളതാണ്. ഇനി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് അൽ കുഫാറു ലാ യഖാഫൂന മിനൽ കുസൂഫ്, ഗ്രഹണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാഫിറുകൾക്ക് പേടിയൊന്നുമില്ലല്ലോ, കാഫിറുകളും അള്ളാഹുവിന്റെ അടിമകൾ തന്നെയാണല്ലോ എന്നാണ്. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ തിന്മ അവരുടെ ഹൃദയത്തിന് അങ്ങേറ്റത്തെ കാഠിന്യം ബാധിച്ചു എന്നാണ്. ഹൃദയത്തിന് കാഠിന്യം ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഷിർക്കാണ്. ഒരാളുടെ ഹൃദയത്തിന് ഷിർക്ക് സംഭവിച്ചാൽ അവൻ അങ്ങേറ്റത്തെ കാഠിന്യം ബാധിക്കുന്നതാണ്. അവന് പിന്നീട് ദൃഷ്ടാന്തങ്ങൾ അത് മനസ്സിലാക്കാൻ മാത്രം കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളും മഅസിയത്തുകളും. തിന്മകൾ ധാരാളമായി സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കും കുഫാറുകളോടുള്ള ഈ സാദൃശ്യം ഉണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഖുശൂ, ഭയഭക്തി എടുക്കപ്പെടുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ലാഹിറായിട്ട് മുസ്ലിമീങ്ങളായിരിക്കും, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അവരുടെ ഹൃദയത്തിനോടുള്ള ഒരു സാദൃശ്യം ഉണ്ടാകുന്ന അവസ്ഥ, അഥവാ ഗഫലത്തിലായി പോകുക. നമ്മൾ അള്ളാഹുവിനോട് തേടേണ്ട കാര്യമാണ്. മഅസിയത്തുകളിൽ നിന്ന് വിരമിക്കാൻ നമുക്കത് കാരണമാകും. അതുകൊണ്ടാണ് അഹ്ലുൽ ഇൽമുള്ള ആളുകൾ, അമലുകൾ ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ വരുമ്പോൾ അവർ പേടിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഉലമാക്കളായ ആളുകൾ അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് വിവരിക്കുന്ന സമയത്ത് നമ്മൾ അവരിൽ അധികം പേടിയും ഭയഭക്തിയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർ മഅസിയത്തുകൾ വളരെ കുറച്ച് ചെയ്യുന്ന ആളുകളാണ്.
എന്നാൽ നമ്മളിൽ ഉണ്ടാകപ്പെടുന്ന പല തിന്മകളും അതുപോലെ നമ്മൾ വാജിബായ കാര്യങ്ങളിൽ വരുത്തുന്ന വീഴ്ചകളും എല്ലാം തന്നെ നമ്മുടെ ഹൃദയത്തിന് കാഠിന്യം ബാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് കേൾക്കുന്ന സമയത്ത് വലിയ പേടിയും ബേജാറും ഒന്നും ഇല്ലാത്ത എപ്പോഴും റാഹത്തായിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ തിന്മകളും അതുപോലെ നമ്മൾ ഗഫ്ലത്തും അശ്രദ്ധയുമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. കുഫാറുകൾ അതിന്റെ ഏറ്റവും അറ്റത്തെത്തിയ ആളുകളാണ്, അതിന്റെ ഏറ്റവും മുകളിലെത്തിയ അശ്രദ്ധയുടെ പടുകുഴിയിലെത്തിയ ആളുകളാണ് കുഫാറുകൾ. അതുകൊണ്ടാണ് അവർക്ക് പേടിയില്ലാത്തത്. അവർക്കെല്ലാം ഇത് ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ്. അടുത്തതായി അദ്ദേഹം കൊടുത്തിട്ടുള്ള അന്നഹു യജിബു ബയാനു ഫസാദിൽ അഖാഇദി അൽ ഫാസിദ. നമ്മൾ ഫസാദായ അഖീദകൾ എവിടെ കാണുന്നുവോ അത് നമ്മൾ വ്യക്തമാക്കി കൊടുക്കണമെന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു. അവർക്ക് അഖീദ ഒരു ജാഹിലിയത്തിന്റെ വിശ്വാസം ഉണ്ടായപ്പോൾ അവിടുന്ന് അത് വിശദമാക്കി കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സന്ദർഭം കാണുന്ന സമയത്ത് നമ്മൾ ആളുകൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കണമെന്നാണ്. പിന്നീട് നേരത്തെ റുയത്തുമായി ബന്ധപ്പെട്ട മസല കഴിഞ്ഞ ഹദീസ് നമ്മൾ പറഞ്ഞു. അന്നന ഇദാ റഅയ്നൽ കുസൂഫ ശുരിഅത് ലനാ സ്വലാത്തുൽ കുസൂഫ്. നമ്മൾ കണ്ടു കഴിഞ്ഞാലാണ് സ്വലാത്തുൽ കുസൂഫ് ഗ്രഹണ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലോ മറ്റോ കണ്ടു, നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് നിസ്കരിക്കേണ്ടതില്ല എന്നാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ഗ്രാമപ്രദേശങ്ങളിൽ കണ്ടു, ടൗണുകളിൽ കണ്ടില്ല, നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല, നമുക്ക് കാണുന്നത് സൂര്യൻ പൂർണ്ണമായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ചന്ദ്രൻ പൂർണ്ണമായിട്ട് തന്നെയാണ്, നമ്മൾ നിസ്കരിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രം പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിസ്കാരം അത് നേരത്തെ കൂട്ടി നിശ്ചയിക്കേണ്ടതില്ല എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. പിന്നീട് ഈ ദിവസത്തിൽ ധാരാളമായി ദുആ ചെയ്യുക എന്നുള്ളത് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫദ്ഉ, നിങ്ങൾ ആ ദിവസം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ധാരാളം നിസ്കാരത്തിനകത്ത് വെച്ചും സുജൂദിലും റുക്കൂയിലും വെച്ചും അതല്ലാതെയും നമ്മൾ വർദ്ധിപ്പിക്കുക. ഇനി എത്ര വരെയാണ് നിസ്കരിക്കേണ്ടത്? അതിന്റെ ആരംഭം എപ്പോഴാണ്, അവസാനം എപ്പോഴാണ്? ആരംഭം ഗ്രഹണം ആരംഭിക്കുന്ന സമയത്താണ്. ഗ്രഹണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആളുകളോട് ഈ പറഞ്ഞതുപോലെ വിളിച്ചു പറയുക, ആളുകൾ ആ സമയത്ത് അറിയിക്കുക, ആളുകൾ ഒരുമിച്ച് കൂടിയാൽ പെട്ടെന്ന് നിസ്കാരം ആരംഭിക്കുക. എത്ര വരെയാണ്? ആ ഗ്രഹണം നീങ്ങുന്നത് വരെയാണ് സുന്നത്ത്. അത്രയും നേരം ഒരാൾക്ക് നിസ്കരിക്കാൻ സാധിച്ചാൽ അയാൾക്ക് പൂർണ്ണമായ സുന്നത്ത് ലഭിച്ചു. ഇനി ഒരു പക്ഷേ ഒരാൾ നിസ്കരിക്കുന്നതിന് ഇടയിൽ തന്നെ ഗ്രഹണം നീങ്ങിപ്പോയിട്ടുണ്ടാകാം. നിസ്കരിക്കുന്ന ഇടയിൽ തന്നെ ഗ്രഹണം നീങ്ങി പൂർണ്ണമായി അവസ്ഥയിലേക്ക് എത്തി. അവിടെ പണ്ഡിതന്മാർ പറയുന്നു ഉടനെ തന്നെ എന്ത് ചെയ്യുക, ആ നിസ്കാരം എളുപ്പമാക്കി അഥവാ ആയത്തുകൾ കുറച്ച് വേഗം ആ നിസ്കാരത്തിൽ വിരമിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. കാരണം അതിന്റെ സബബ് മാറിക്കഴിഞ്ഞു, ഗ്രഹണം നീങ്ങിപ്പോയി. അപ്പൊ നിസ്കാരം പെട്ടെന്ന് നിർത്തുക. ഇനി അതല്ല, നമ്മൾ നിസ്കരിച്ചതിന് ശേഷവും ഗ്രഹണം നമ്മൾ ആകാശത്ത് കാണുകയാണ് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അവിടെ നിസ്കാരം വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. ബാക്കിയുള്ള സമയത്ത് ദുആയും ഇസ്തിഗ്ഫാറും കൊണ്ട് വർദ്ധിപ്പിക്കുക. നിസ്കാരം കഴിഞ്ഞാൽ പിന്നീടും അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാറുകൾ നടത്തുക. ഇതൊക്കെയാണ് ബാക്കിയുള്ള സമയത്ത് ചെയ്യേണ്ടത് എന്നാണ്. സഹോദരങ്ങളെ, ഇതാണ് ഗ്രഹണ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ. അടുത്ത 1-2 ഹദീസ് ആ ഗ്രഹണ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ ദൈർഘ്യവും മറ്റും വിശദീകരിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.